ഹലോ മീഡിയസ്. അപ്പോൾ ഡയബറ്റിക് ഉള്ളവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അതിലൊന്നാണ് ഹാർട്ട് അറ്റാക്ക്. കണ്ണിന് കാഴ്ചക്ക് പോകും, കാലിലേക്കുള്ള രക്തോട്ടം പോകും, കിഡ്നിക്ക് പ്രശ്നം വരും, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. നമ്മൾ ഒരു ഡയബറ്റിസ് ഒരു 40 വയസ്സിൽ അയാൾക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് 50 വയസ്സ് വരെ മരുന്ന് കഴിക്കാൻ നോക്കാം. 50 വയസ്സ് കഴിഞ്ഞാൽ ഡയബറ്റിസ് വന്നത് എന്തായാലും പോകാൻ പോകുന്നില്ല. 50 വയസ്സിൽ നമ്മൾ അതിന് മരുന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ 60 വയസ്സ് വരെ നമുക്ക് ഒരു മിനിമം മെഡിസിൻ അത് കൺട്രോൾ ചെയ്ത് പിന്നീട് അതിന്റെ കോംപ്ലിക്കേഷൻ തുടങ്ങി 70 വയസ്സിൽ കോംപ്ലിക്കേഷൻ എത്തി വരുമ്പോൾ ഒരു നാച്ചുറൽ ലൈഫ് ആയാലും. ഡോക്ടർ പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഡയബറ്റീസ് കൊണ്ട് ശരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരിക അല്ലേ. നമ്മുടെ ആരോഗ്യത്തെ എല്ലാ തരത്തിലും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്ടർ പറയുന്ന പോലെ ഈ തരത്തിലൊന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏതാണ്ട് 70 വയസ്സ് വരെ എന്തായാലും നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മളൊരു ഏജ് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞു അല്ലേ. പിന്നെ നമുക്ക് വലിയ പിടിച്ചു നിന്ന് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ എന്നുള്ളതാണ്.